സൗണ്ട് ഉണ്ടാക്കല്ലേ വലിയ. അപ്പോൾ നമസ്കാരം കേട്ടോ സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ മുക്കാട്ടുകരയിലാണ്. മുക്കാട്ടുകരയിൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ തന്നെയാണ്. വീടിൻ്റെ ഫ്രണ്ടിൽ സുഹൃത്ത് ഫോൺ ചെയ്ത് നിൽക്കുമ്പോഴാണ് ഒരു പാമ്പ്, ചെറിയൊരു പാമ്പാണ് എഴിഞ്ഞു പോകുന്നത് കണ്ടത്. പെട്ടെന്ന് തന്നെ ആ കാണുന്ന പൊത്തിലേക്ക്, മാളത്തിലേക്ക് ഈ പാമ്പ് ഇറങ്ങിപ്പോയി. അത്ര വലിപ്പം നല്ല ചെറിയൊരു മൂർഖനായിരുന്നു എന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഇടയ്ക്ക് ഈ പാമ്പ് എഴിഞ്ഞു പോകുന്നതിൻ്റെ ഇടയ്ക്ക് പൂച്ച ഒന്ന് വട്ടം വെച്ചു. അങ്ങനെ പൂച്ചയെ കണ്ടപ്പോൾ പെട്ടെന്ന് പാമ്പ് പത്തിയിരിച്ചു. അങ്ങനെയാണ് അത് മൂർഖനാണെന്ന് അവർക്ക് മനസ്സിലായത്. പാമ്പ് ആ പൊത്തിലേക്ക് കയറിപ്പോയി. ആ പൊത്ത് പക്ഷേ അത്യാവശ്യം നല്ല ആഴത്തിലേക്കുള്ളൊരു പൊത്തായിരുന്നു. നമുക്ക് ഞാൻ അവരോട് പറഞ്ഞിരുന്നു, മോട്ടർ വെച്ച് കണക്ട് ചെയ്ത് വലിയ ഓസ് വെച്ചിട്ട് നമുക്ക് അതിലേക്ക് വെള്ളം നിറച്ച് നോക്കേണ്ടി വരും, അല്ലാതെ കിട്ടാൻ സാധ്യത കുറവാണെന്ന് പറഞ്ഞു. പക്ഷേ എങ്കിലും അവിടെ ആ ഒരു ഹോസ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ചെറിയ ഗാർഡൻ ഹോസ് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ വെള്ളം പമ്പ് ചെയ്ത് തരുന്നത്. അത് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായില്ല, കിട്ടില്ല എന്ന് പറഞ്ഞു. നമ്മൾ കുറച്ച് നേരം പമ്പ് ചെയ്തു നോക്കി, നമ്മൾ മാറ്റി വെച്ചു. അതിനുശേഷം മറ്റേ വലിയ ഹോസ് തപ്പാനായിട്ട് പോയി. അതിനിടയ്ക്കാണ് നമ്മൾ ഈ ചെറിയ ഹോസ് വെച്ച് വെള്ളം പമ്പ് ചെയ്തപ്പോൾ അതിനുള്ളിൽ ചെറിയൊരു അനക്കം വന്നു. അനക്കം വന്നതിന് ശേഷമാണ് നോക്കുമ്പോൾ പാമ്പ് പതുക്കെ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും പിന്നെ നമ്മൾ വലിയ ഹോസ് വെച്ച് നമ്മൾ വെള്ളം പമ്പ് ചെയ്തു. അത്രയും നേരം വെള്ളം പമ്പ് ചെയ്തിട്ടും ആ എന്താ പറയുക, മാളത്തിലേക്ക് വെള്ളം നിറയുന്നുണ്ടായിരുന്നില്ല. വെള്ളം എങ്ങോട്ടോ ഒഴുകി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും രക്ഷപ്പെട്ട് പോയിട്ടുണ്ടാവാം എന്ന് വിചാരിച്ചു. പക്ഷെ എന്തോ ഭാഗ്യത്തിന് ആ ഒരു പാമ്പ് അങ്ങനെ അധികം ദൂരത്തേക്കൊന്നും ആ പാമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നില്ല. തിരിച്ച് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പുറത്തേക്ക് വരാനുള്ള ആ ഒരു ടെൻഡൻസി തന്നെയായിരുന്നു മൂർഖൻ പാമ്പിന്. അപ്പോൾ അതിനിടയ്ക്ക് വീട്ടിലൊരാൾ ചോദിച്ചിരുന്നു, വെള്ളം ഇങ്ങനെ പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ പാമ്പ് പുറത്തേക്ക് വരുമോ, അതിന് തണുപ്പ് കൂടുതലായിട്ട് കിട്ടുകയല്ലേ ചെയ്യുക, അപ്പോൾ അവിടെ തന്നെ ഇരിക്കില്ല, അങ്ങനെ ഒരു ഡൗട്ടൊക്കെ അവിടെ ചോദിച്ചിരുന്നു. അപ്പോൾ പലരും നമുക്ക് ഇതുപോലെ മാളത്തിൽ നമ്മൾ വെള്ളം പമ്പ് ചെയ്ത് നോക്കാം എന്ന് പറയുമ്പോൾ പലരും ചോദിക്കുന്ന ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വെള്ളത്തിൻ്റെ കൂടെ കുറച്ച് മണ്ണെണ്ണയും കൂടെ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പാമ്പ് പെട്ടെന്ന് പുറത്തേക്ക് ചാടില്ലേ എന്നുള്ള ഒരു തെറ്റായൊരു ധാരണയുണ്ട്. അപ്പോൾ അങ്ങനെ മണ്ണെണ്ണ നമ്മൾ ഇതുപോലുള്ള മാളങ്ങളിലേക്ക് ഒഴിക്കുന്ന ജീവിക്ക് വളരെ അപകടമാണ്. മാത്രമല്ല, മണ്ണെണ്ണ പാമ്പിൻ്റെ മേലായി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പാമ്പ് കുറച്ചും കൂടെ അഗ്രസീവ് ആവും. റെസ്ക്യൂ ചെയ്യുന്ന എന്നെപ്പോലുള്ള ആളുകൾക്ക് പെട്ടെന്ന് കടി കിട്ടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. പിന്നെ മാത്രമല്ല, പാമ്പ് പെട്ടെന്ന് പുറത്തേക്ക് വരാനുള്ള സാധ്യതയും വളരെ കുറവാണ്. അപ്പോൾ അത് എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ വെള്ളം പമ്പ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് ക്ഷമിച്ച് കഴിഞ്ഞാൽ പതിയെ പാമ്പ് പുറത്തേക്ക് വരും. അപ്പോൾ അത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം. കുറച്ച് നേരം നമ്മൾ വെള്ളം പമ്പ് ചെയ്ത് നോക്കി പാമ്പ് പതുക്കെ ആ വെള്ളത്തിനുള്ളിൽ ഇവർക്ക് പെട്ടെന്ന് ഒരു ബ്രീത്ത് എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവും, അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാവും, വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കാനുള്ള ശക്തിയായിട്ട്. അപ്പോൾ പതുക്കെ പാമ്പ് അതിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള ടെൻഡൻസി അവർക്ക് കൂടും. അതല്ല, അവിടെ നിന്ന് അങ്ങോട്ട് വേറെ മാളം കണക്ട് ചെയ്ത് അവർ പോവുകയാണെങ്കിൽ ഇങ്ങനെ പോവും. ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും പാമ്പിനെ കിട്ടണമെന്നൊന്നും യാതൊരു നിർബന്ധമില്ല. നമ്മൾ പാമ്പിനെ കിട്ടുന്ന സാഹചര്യം നമ്മൾ വീഡിയോ എടുക്കുന്നു എന്നല്ലാതെ ഇങ്ങനെ പാമ്പിനെ വെള്ളം പമ്പ് ചെയ്തിട്ടും കിട്ടാത്ത ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു വെള്ളം പമ്പ് ചെയ്യുന്നതിൻ്റെ ആ ഒരു വസ്തുത പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ അധികം വലുപ്പമൊന്നുമില്ല, വളരെ ചെറിയൊരു മൂർഖൻ പാമ്പാണ്. നമ്മൾ ആ പൈപ്പോടെ വെച്ച് പതിയെ അതിനെ കയറ്റാമെന്ന് വിചാരിച്ചു. പെട്ടെന്ന് പാമ്പ് അങ്ങനെ ആ മാളം ആ ഒരു പൈപ്പ് കാണാതെ അങ്ങോട്ട് കടന്നുപോയി. പെട്ടെന്ന് എനിക്ക് വാലിലെടുക്കേണ്ടി വന്നു. കാരണം വേറെ നല്ല തൊട്ടപ്പുറത്ത് ഒരു ചെറിയൊരു പൊത്ത് എൻ്റെ ശ്രദ്ധയിൽ പെട്ടു. അപ്പോൾ പിന്നെ വാലിൽ പിടിച്ചില്ലെങ്കിൽ പിന്നെ ആ മാളത്തിലേക്ക് കയറിപ്പോയേനെ. അപ്പോൾ അതുകൊണ്ട് വാലിലെടുത്തു. അപ്പോൾ തന്നെ നമ്മൾ പൈപ്പിനകത്തേക്ക് സേഫായിട്ട് നമ്മൾ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്.